മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടി കരുതൽ 2015. ഞാൻ എനിക്കൊരു സഹായം എന്ന് പറഞ്ഞാൽ എന്നെ മെഡിക്കൽ കോളേജിലെ ഒരു 5 വർഷം കൊണ്ട് എൻ്റെ ഭാര്യയാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അവർ പെട്ടെന്നങ്ങ് മരിച്ചു, അറ്റാക്ക് പോലെ അവരങ്ങ് മരിച്ചു. പിന്നെ എന്നെ കൊണ്ടുവരാനൊന്നും ആളില്ല. അങ്ങനെ ഇപ്പോൾ അയലത്തുനിന്നൊരു പെങ്കൊച്ചിനെ വിളിച്ചുകൊണ്ട് വന്നാൽ എന്നെ കൊണ്ടുവന്നേ. അപ്പോൾ ഇത് 5 വർഷം കൊണ്ട് എനിക്ക് മുഖ്യമന്ത്രിയുടെ കാരുണ്യയുടെ സഹായം ഉണ്ടായിരുന്നു, അതങ്ങ് തീർന്നു. അങ്ങനെ ഞാനിപ്പം വിഷമിക്കുകയാണ്, വളരെ വിഷമിക്കുക. ഞാനൊരു കർഷകനായിരുന്നു, പശുവിനെ കൊണ്ട് എന്നുള്ളത്. അപ്പം എനിക്കൊരു സഹായം മുഖ്യമന്ത്രി തരും. അതുകൂടാതെ എനിക്ക് എൻ്റെ മുഖ്യമന്ത്രി നേരിട്ട് കാണണം. ആ ഒരു ആഗ്രഹമായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ. ഞാൻ എങ്ങനെയെങ്കിലും കഴിഞ്ഞു എന്നാലും എനിക്ക് മുഖ്യമന്ത്രി അടുത്തൊന്ന് കാണണം. അദ്ദേഹം എനിക്കൊരു ഷാള് ഇട്ട് തന്നു. ഞാൻ ആ ഭാഗ്യവാൻ. അത് എനിക്ക് ഞാൻ അങ്ങനെ കാല് തൊട്ട് നമസ്കാരം. എനിക്കൊന്നും കൊടുക്കാറില്ല. മുഖ്യമന്ത്രിക്ക് എനിക്കൊന്നും കൊടുക്കാനില്ല. ആ ഒരു ഭാഗ്യം ദൈവത്വം എന്നും ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. എനിക്ക് മുഖ്യമന്ത്രി അടുത്തുനിന്ന് ഞാൻ ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും ഒക്കെ വരുമ്പോൾ ഞാൻ എറണാകുളത്ത് ഞങ്ങൾക്കൊരു കോൺഗ്രസ് പ്രവർത്തനം ഞാൻ പോയി കാണുമായിരുന്നു. അത് ഞാൻ അടുത്ത് കണ്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഈ മുഖ്യമന്ത്രിയെ എനിക്കൊന്ന് കാണാൻ ഞാൻ എന്നും പ്രാർത്ഥിക്കും. ഞാൻ ദിവസം ചെയ്യുന്ന പരസ്യങ്ങളിൽ 5-6 വട്ടം ഞാനത് പേപ്പറിൽ വായിക്കും. അങ്ങനെ ഞാൻ അദ്ദേഹത്തിന് വേണ്ടി ഒരു ദിവസം 2 മിനിറ്റ് പ്രാർത്ഥിക്കുവാൻ. കാര്യം ഈശ്വരൻ്റെ അവതാരം കിട്ടിയ ഒരു മനുഷ്യനാണ്. ഈശ്വരൻ്റെ ശക്തി ഈ മനുഷ്യനിൽ മാത്രമേ ഉള്ളൂ ലോകത്ത്. അത് കിട്ടിയ ഒരു മനുഷ്യനാണ്. അങ്ങനെ ഇരുന്നൊരു അനുഗ്രഹം. സാറേ എന്നെ ഒന്ന് തലയ്ക്കൊന്ന് ഞാൻ പറഞ്ഞേരം മുഖ്യമന്ത്രി ഒന്നും പറഞ്ഞില്ല. ഞാൻ അപ്പോഴേ കാല് തൊട്ടി ഞാൻ നമസ്കരിച്ചു, ഷാളിട്ട് തന്നു. എനിക്കത് മതി. ഇനി ഞാൻ നാളെ ഈ മരിച്ചു പോയാലും എനിക്ക് സന്തോഷമുള്ളൂ.